അബൂബക്കർ ഇബ്രാഹിം പറയുന്നു, എൻ്റെ വീട്ടിലും പൈപ്പ് ലൈൻ ഉണ്ട്, എല്ലാ മാസവും വാടക അടയ്ക്കുന്നു, ഒരു തുള്ളി വെള്ളം വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രതിപക്ഷ ആരോപണം ശരിയാണെന്നൊരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറയുകയാണ്. രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായാണ് കലാപബാധിത മേഖലകളിലെത്തിയത്. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. അസമിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളും രാഹുൽ സന്ദർശിച്ചു. രാഹുൽ ഗാന്ധിയുടേത് ദുരന്ത ഭൂമിയിലെ വിനോദയാത്ര എന്ന് BJP പരിഹസിച്ചു. അസമിൽ പ്രളയക്കെടുതിയിൽ ജീവിതം ദുരിതത്തിലായവരെയും മണിപ്പൂർ കലാപത്തിൽ ഉള്ളുലയുന്നവരെയും രാഹുൽ നേരിൽ കണ്ടു. രാവിലെ അസം താലൈ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തി. പ്രളയക്കെടുതിയിൽ അസമിൽ വിവിധ ജില്ലകളിലായി 21 ലക്ഷം ആളുകളാണ് ദുരിതം അനുഭവിക്കുന്നത്. മണിപ്പൂരിൽ ജിരിബാമിലാണ് രാഹുലിന്റെ ആദ്യ സന്ദർശനം. കലാപങ്ങൾ ഇനിയും കെട്ടടങ്ങാത്ത ചുരാചന്ദ്പൂരിലെയും മൊയിറാങ്ങിലെയും ക്യാമ്പുകൾ സന്ദർശിക്കും. 2 വിഭാഗങ്ങളിലെ നേതാക്കളുമായും ഗവർണറുമായും കൂടിക്കാഴ്ച നടത്തും. നേരത്തെ 2 തവണ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. പാർലമെന്റിലെ പ്രസംഗത്തിലും രാഹുൽ മണിപ്പൂർ വിഷയം ഉന്നയിച്ചു. പിന്നാലെയാണ് സന്ദർശനം. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. ദുരിതമേഖലയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രയാണ് രാഹുലിന്റേതെന്നായിരുന്നു BJP നേതാവ് അമിത് മാളവിയുടെ വിമർശനം. അതേസമയം ലോക്സഭയിലെ ഹിന്ദു പരാമർശത്തിൽ ശങ്കരാചാര്യ അവിമുക്തേശ്വര ആനന്ദ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു. वो तो कह रहे हैं कि हिंदू धर्म में हिंसा का स्थान ही नहीं है। तो जब वो साफ कह रहे हैं कि हिंदू धर्म में स्थान नहीं है, तो फिर उनके ऊपर ये आरोप लगाना कि उन्होंने हिंदू धर्म के विपरीत कोई बात कही है, उनके आधे वक्तव्य को, अंश को निकाल करके और उसको फैला करके, ये हम समझते हैं कि अपराध है, दुष्प्रचार है और ऐसा करने वाले को दंडित किया जाना चाहिए. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവനും കേട്ടെന്നും അതിലൊരിടത്തും ഹിന്ദുവിരുദ്ധ പരാമർശമില്ലെന്നും അവിമുക്തേശ്വരാനന്ദ വ്യക്തമാക്കി. 24 ഡൽഹി.